പോസ്റ്റ് ക്രെഡിറ്റ് തൂക്കി. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടല്ല? പോസ്റ്റ് ക്രെഡിറ്റ് എന്തായാലും ഇതിൻ്റെ കാണണം. നല്ല ത്രില്ലിൽ അടിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ്. പോസ്റ്റ് ക്രെഡിറ്റ് അടിപൊളിയാണ്. അതെ, അതിനെപ്പറ്റി ഒന്നും പറയില്ല. അതിന് അടുത്തതിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രം വേറെ ലെവലാണ്. ഗുസ്റ്റോമിനെ ഫോക്കസ് ചെയ്തുള്ള സിനിമ കൊള്ളായിരുന്നു. ഫീമെയിൽ ലീഡ് ആദ്യമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 3D വാച്ചിയുണ്ടോ? 3D അത്രയ്ക്കില്ല, ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇതൊരു സീക്വലൊക്കെ പ്രതീക്ഷിക്കാമോ? കണ്ടിന്യൂൻസ് അല്ല, ബട്ട് ഇനി ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അടുത്ത പടം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊന്നും റിവീൽ ചെയ്യുന്നില്ല. പോസ്റ്റ് ക്രെഡിറ്റ് എന്തായാലും ഇതിൻ്റെ കാണണം. നല്ല ത്രില്ലിൽ അടിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ്. പക്ഷേ കാര്യങ്ങളൊന്നുമില്ല. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് എല്ലാവർക്കും വെറുത്തായിരിക്കും. അല്ലാതെ ഒരു ബിലോ ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അത്ര ഒരു ഹൈപ്പ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുത്തോ ഒന്നും പടമൊന്നുമില്ല. സ്ഥിരം മാർവൽ ടെംപ്ലേറ്റിലുള്ള ഒരു ഇതില്ല എക്സ്പെക്ടേഷൻ. ഇത്രയും ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ല, വലിയ ഫൈറ്റോ കാര്യമൊന്നുമല്ല. ബോറൊന്നും അടിക്കില്ല, ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഡീസൻ്റ് ഒരു പടം. കൊണ്ടേ വാച്ച് ഒക്കെ ആണെങ്കിൽ അത്രയ്ക്കില്ല, പക്ഷെ കുഴപ്പമില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത്ര ഇല്ല, അങ്ങനൊന്നുമില്ല. ഫസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. ഓവറോൾ കൊള്ളാം. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ? എല്ലാം നല്ല ഇതാണ്. നല്ല പടം. നല്ല പടം. പഴയ മാർവൽ വൈബൊക്കെ നല്ലൊരു വൈബ്. നല്ല പടം. തിയേറ്റർ എറപ്റ്റ് ഗലാക്ടിക്സ് നൈസായിരുന്നു. എല്ലാം കൊള്ളാം. ചെയ്ത് വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് തൂക്കി. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു. ബിഗ് സ്ക്രീനിൽ തന്നെ കാണണം. ആൻഡ് അടുത്ത മാർവൽ മൂവി കാണണമെങ്കിൽ ജസ്റ്റ് മാക്സിമം എല്ലാവരും ബിഗ് സ്ക്രീനിൽ വരാൻ ശ്രമിക്കുക. ആൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അതിനെക്കാട്ടി അടിപൊളിയാണ്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രം വേറെ ലെവലാണ്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എൻഗേജ് ചെയ്ത് കുഴപ്പമില്ല. ലാഗൊന്നും വലുതായിട്ടില്ല. പഴയ ഫാന്റാസ്റ്റിക് ഫോർ വെച്ച് നോക്കുമ്പോഴത്തേക്കും പഴയ ഫാന്റാസ്റ്റിക് ഫോർ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ബെറ്റർ ആണ്. അത് കുറച്ച് ലൈക്ക് അത് ഇച്ചിരി എൻ്റർടൈൻമെൻ്റ് ആണ്. ഇത് ഇച്ചിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്, എന്നാലും എൻഗേജിങ് ആണ്. അത്യാവശ്യം ലാഗൊന്നും വലുതായിട്ടില്ല. അത്യാവശ്യം നല്ല VFX, നല്ല ക്യാരക്ടേഴ്സിൽ സ്റ്റോറി എല്ലാം കൊണ്ട് നൈസായിട്ട്. പോസ്റ്റ് ക്രെഡിറ്റ്സ് എങ്ങനെയുണ്ട്? പോസ്റ്റ് ക്രെഡിറ്റ് അടിപൊളിയാണ്. അതെ, അതിനെപ്പറ്റി ഒന്നും പറയില്ല. അതിന് അടുത്തതിൽ എങ്ങനെയുണ്ട്? അടിപൊളി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം അധികം എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ ഈ മാർവലിൻ്റെ ഒരു ബാക്ക് ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തണ്ടർ ബോൾട്ട് വന്നു. എനിക്ക് പറയാനുള്ള ഇപ്പോൾ തണ്ടർ ബോൾട്ട് ഒരുപാട് പേരൊന്നും കാണാൻ പോയില്ല. നല്ലൊരു ഫിലിമായിരുന്നു. അതേപോലെ ഇതും കാണാതിരുന്ന സത്യം പറഞ്ഞ ഒരു നഷ്ടമായിരിക്കും. കാര്യം നല്ല പടമായിരുന്നു. അത് മാത്രമല്ല, ഇതിലൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന മാർവലിൻ്റെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ ധാരാളമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പഴയത് വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പഴയതെന്ന് പറയുമ്പോൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയിൽ. അപ്പോൾ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ മേക്കിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോറി ഏകദേശം അതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ബേസ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും ഇത്രയും വർഷങ്ങളുടെ ആ മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ഒബ്വിയസ് ആയിട്ടും ഈ പടം തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുക. VFX എല്ലാം നല്ല. മാർവലിൻ്റെ VFX നമ്മൾ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നല്ല കൺവിൻസിങ് ആയിരുന്നു VFX കാര്യങ്ങളൊക്കെ. നല്ല 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസ് എ ഹോൾ നല്ലൊരു പടമാണ്. നൈസ്.